ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കാൽഗറിയിലുള്ള ഒരു ഗ്രോസറി ഷോപ്പാണ്, മെഗാ സാഞ്ച പഞ്ചാബ്. അപ്പോൾ പേര് കേട്ടപ്പോഴേ മനസ്സിലായല്ലോ, ഇതൊക്കെ ഒരു ഇന്ത്യൻ പ്രോഡക്റ്റ്സ് ഒക്കെ കിട്ടുന്ന ഒരു സ്റ്റോറാണ്. അപ്പോൾ നമുക്ക് ഈ ഗ്രോസറി ഷോപ്പിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് കിട്ടുന്നതെന്ന് നോക്കാം. ഇന്ത്യൻ പ്രോഡക്റ്റ്സ് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സ്റ്റോറിലാണ് വരുന്നത്. അതുപോലെ ചില നമ്മുടെ കേരള പ്രോഡക്റ്റ്സും ഇവിടെ കാണാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വിനായക സ്റ്റോറിലായിരിക്കും പോകുന്നത്. ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. അതായത് ലാസ്റ്റ് ഇട്ട ഹോം ടൂറിൻ്റെ വീഡിയോസിന് നല്ല വ്യൂസാണ് കിട്ടിയത്. അതുപോലെ നല്ല നല്ല കമൻസും കിട്ടിയിട്ടുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത വീഡിയോസ് ഇനി ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. മീൻസ് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ്. ഈ വീഡിയോ ഒക്കെ കാണുമ്പോഴത്തേക്ക് തന്നെ അറിയാം നിങ്ങൾക്ക് ഇവിടെ ഏതൊക്കെ വെജിറ്റബിൾസ് ഉണ്ടെന്ന്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയാത്തത്. ഇവിടെ മാങ്ങയുണ്ട്, ചക്കയുണ്ട്, തേങ്ങയുണ്ട്, അങ്ങനെയൊന്നും എടുത്തു പറയാത്തത് അതുകൊണ്ടാണ്. ഇവിടെ മിക്കുള്ള വെജിറ്റബിൾസും ലൂസായിട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം എടുക്കാം. അല്ല കുറേ ഉള്ളത് മേടിച്ചു കഴിഞ്ഞാൽ അതിരുന്ന് കേടാവത്തേ ഉള്ളൂ. അതുകൊണ്ട് ആവശ്യത്തിനുള്ളത് മാത്രം ഞാനിപ്പോൾ എടുക്കുന്നതേ ഉള്ളൂ. ഇവിടെ ഞാൻ കുറച്ച് കൊച്ചുള്ളി എടുക്കുക. അല്ലെങ്കിലും നമ്മുടെ നാട്ടിലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത് ഇങ്ങനെ വെളിനാട്ടിൽ വന്ന് കിടക്കുമ്പോഴത്തേക്കായിരിക്കും നാട്ടിലെ ഭക്ഷണത്തിനൊക്കെ ഇത്ര ടേസ്റ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇന്നൊരു വീക്ക് ഡേ ആണ്. വർക്കൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ പതുക്കെ ഷോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. ഇപ്പോഴൊക്കെ വന്നു കഴിഞ്ഞാൽ അധികം തിരക്ക് കാണത്തില്ല. അതുകൊണ്ടാണ് മെയിനായിട്ട് വന്നത്. ഇവിടെ ഒരുവിധം നല്ല ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നിന്നാണ് ഞാൻ കറി ലീവ്സ് വാങ്ങുന്നത്. അതാകുമ്പോൾ ചെറിയ പാക്കറ്റിൽ കിട്ടും, നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു സൂപ്പർ സ്റ്റോർ, അല്ലെങ്കിൽ സൂപ്പർ സ്റ്റോറല്ല, സൂപ്പർ മാർക്കറ്റ് ഒരു ഫീല് തന്നെയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അപ്പം ഇവിടെ പപ്പടമുണ്ട്, എല്ലാ ടൈപ്പ് ഉള്ള ഐറ്റംസും ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് പറയാം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഉണ്ട്. പെട്ടെന്നുണ്ടാക്കേണ്ട ദോശയ്ക്ക് ഞാൻ ഈ MTRൻ്റെ ദോശപ്പൊടി മേടിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ തൈരുമായിട്ടാണ് മിക്സ് ചെയ്യേണ്ടത്. ഇനി ഇവിടുന്ന് നമ്മൾ കുറച്ച് കോവയ്ക്കയുടെ ഫ്രോസൺ കോവയ്ക്ക പാക്കറ്റ് എടുക്കുന്നുണ്ട്. എന്തായാലും ഈ വീക്കിൽ കോവയ്ക്ക ഉണ്ടാക്കാമെന്ന് വിചാരിക്കുക. അതുകൊണ്ടാണ് ഫ്രോസൺ എടുത്തത്. അല്ലാത്തതാകുമ്പോൾ പെട്ടെന്ന് കേടായാലോ എന്ന് വിചാരിച്ചിട്ട്. ഇതുപോലെ ഫ്രോസൺ ആയിട്ട് കിട്ടുന്ന വേറൊരു ഐറ്റമും നമ്മൾ എടുക്കാറുണ്ട്, വെണ്ടയ്ക്ക. അതുപോലെ തന്നെ ഈ കുൽഫി ഭയങ്കര അടിപൊളിയാണ്. ഈ സ്റ്റോറിൻ്റെ ഒരുവിധമുള്ള ടൂറ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. നമ്മൾ പെർമിഷൻ ചോദിച്ചിട്ട് തന്നെയാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മളൊരു നല്ല വ്യൂവിൽ ഇത് എടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് ഈ വീഡിയോസൊക്കെ ക്യാമറയിൽ വരുന്നത് ഇഷ്ടമല്ലായിരിക്കും. അതുകൊണ്ട് ഞാൻ അതൊക്കെ നോക്കിയിട്ടാണ് ഇവിടെ ഈ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കപ്പലണ്ടി മുട്ടായിയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, നമ്മുടെ കേരളത്തിൻ്റെ പ്രോഡക്റ്റ്സ് ഇവിടെ കിട്ടാറുണ്ട്. അപ്പോൾ പുട്ടുപൊടി, ഇടിയപ്പപ്പൊടി, അപ്പപ്പൊടി എല്ലാം ഇവിടെ കിട്ടുന്നതാണ്. അപ്പോൾ ചെക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് വന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ സാമ്പാർ ഉണ്ടാക്കുന്ന ദാല് തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പാക്കറ്റ് ഇവിടെ എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ബ്യൂട്ടി പ്രോഡക്റ്റ്സ് സെക്ഷനിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ വറ്റിക്കയുടെ ഓയിലൊക്കെ കണ്ടു, ഫെയർ ആൻഡ് ലവ്ലി ഉണ്ട്, എല്ലാ ടൈപ്പും ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ നാട്ടിലൊക്കെ ഉള്ള ക്ലേ ടൈപ്പിലുള്ളയും അല്ലാത്ത അലൂമിനിയത്തിൻ്റെയും എല്ലാ ടൈപ്പുള്ള പാത്രങ്ങളും ഇവിടെ ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ ആയിട്ട് നമ്മുടെ സേവനാഴി കണ്ടു. സേവനാഴി കണ്ടപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്, ഇടിയപ്പത്തിൻ്റെ പൊടി ഇരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഇടിയപ്പം ഈ ആഴ്ച ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം ഗായ്സ്, ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് തന്നെ ലവ്ലി സ്വീറ്റ്സ്, ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്വീറ്റ് കടയാണ്. അപ്പോൾ ഈ സ്റ്റോറിലേക്കാണ് ഇപ്പം നമ്മൾ പോകുന്നത്. അപ്പോൾ അവിനാഷ് ചേട്ടന് ഇവിടുന്ന് 2 സ്വീറ്റ്സ് വേണമെന്ന് പറഞ്ഞു, ചംചമും അതുപോലെ രസമലായി. അപ്പം എനിക്കിവിടുത്തെ സ്വീറ്റ് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കാജു ബർഫിയാണ്. ഞാൻ എപ്പോഴും സേഫായിട്ടേ കളിക്കത്തുള്ളൂ. എനിക്കതാണ് ഏറ്റവും ഇഷ്ടം. എനിക്ക് കൂടുതൽ മധുരം അത്ര ഇഷ്ടമല്ല. നമ്മളിവിടെ കോമഡിയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അതായത് ചേട്ടൻ ഒരു നോർത്ത് ഇന്ത്യൻ മല്ലുവാണ്. അപ്പോൾ ചേട്ടൻ്റെ കൂടെ കൂടി എനിക്ക് മലയാളം അറിയത്തില്ല, ഹിന്ദി അറിയത്തില്ല, ഇംഗ്ലീഷും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ആ കടയിൽ നിന്ന് 2 ചിക്കൻ പപ്സും കഴിച്ചു. അത് ഭയങ്കര അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇനി നമ്മൾ പോകുന്നത് ഡോളറാമയിലാണ്, ദ ചീപ്പസ്റ്റ് സ്റ്റോർ ഇൻ കാനഡ. ഗൈസ്, എനിക്കൊരു സത്യം പറയാനുണ്ട്. ഈ വീഡിയോ എടുത്തത് ഡിസംബറിലാണ്. എനിക്കിപ്പോഴാണ് അത് അപ്ലോഡ് ചെയ്യാനുള്ള സമയം കിട്ടിയത്. അപ്പം എഡിറ്റ് ചെയ്തൊക്കെ വെച്ചേക്കുവാണ്.
അപ്പോൾ ഈ ഒരു പോർഷനിൽ വന്ന് ഞാനിത് പറയാമെന്ന് വിചാരിച്ചു. ഇനി മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ മൊത്തം ഞാൻ പാസ്റ്റ് ടെൻസിലാണ് പറയേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഞാൻ മൊത്തം ഇരുന്ന് എഡിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കുക. നമുക്ക് ബാക്കിയുള്ള വീഡിയോ കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ മെയിനായിട്ട് വന്നത് ക്രിസ്മസിനുള്ള കുറച്ച് ഐറ്റംസ് എടുക്കാനാണ്. പ്രത്യേകിച്ച് ഈ ട്രീയുടെ താഴെ ഇടുന്ന സ്കേർട്ട് മേടിക്കാൻ വേണ്ടി, ക്രിസ്മസ് ട്രീയുടെ. ആക്ച്വലി എനിക്ക് വേണ്ടുന്നത് കോളർ ടൈപ്പ് ബാസ്ക്കറ്റായിരുന്നു. പക്ഷേ അത് ഇപ്രാവശ്യം വേണ്ടെന്ന് വിചാരിച്ചു. ഞാൻ ഇപ്പോൾ കണ്ട ചെക്ക് ടൈപ്പുള്ള ട്രീ സ്കേർട്ട് എടുത്തു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ കുറച്ച് ഡെക്കറേഷൻസും കാര്യങ്ങളും ഒക്കെ ഉള്ള ഐറ്റംസാണ്. എല്ലാ പ്രാവശ്യം ഡോളറാമേന്ന് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ക്രിസ്മസ് ഡെക്കറേഷൻ ഉണ്ടെങ്കിൽ അത് ഞാൻ എടുക്കാറുണ്ട്. $2-3 ആണെങ്കിൽ അത്രയല്ലേ ഉള്ളൂ, അതുകൊണ്ട് എടുക്കാറുണ്ട്. അതുപോലെ തന്നെ നാട്ടിൽ നിൽക്കുമ്പോൾ തന്നെ എനിക്കൊരു ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ക്രിസ്മസ്, ഓണത്തിന് പൂക്കളം ഇടുക, അതുപോലെ ക്രിസ്മസിന് ട്രീ അലങ്കരിച്ച് വെക്കുക. ഇതൊക്കെ എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നാളെ വർക്കും ഉണ്ട്. അതുകൊണ്ട് കൂടുതൽ കറങ്ങണ്ടെന്ന് വിചാരിച്ച് നമ്മൾ വീട്ടിൽ പോവുകയാണ്. പോകുന്ന വഴിക്ക് തന്നെ നമ്മളൊരു ടിം ഹോട്ടൻസിൽ നിന്നൊരു ചായയും കൂടെ മേടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. Can I have 2 small steep tea double? How many? 2 small steep tea double. Also anything else? Yeah, one of them with a chai tea bag, please. Both with chatty bag? Just one. Okay, one with chatty bag. Correct, that's it. And it's a 2 small stiffy, right? You got it, yeah. Okay. Thank you, Vinod. Thanks. ഹേ ഗായ്സ്, എൻ്റെ കയ്യിലിരിക്കുന്നത് ടിം ഹോട്ടൻസിൻ്റെ സ്റ്റീപ്പ് ടീ ആണ്. പക്ഷേ ഈ സ്റ്റീപ്പ് ടീക്കകത്ത് ഞാൻ ചായ ടീ ബാഗും കൂടെ ഇടും. അപ്പം നമ്മളുടെ ഒരു ഏകദേശം നമ്മളുടെ ഒരു ഇന്ത്യൻ ചായ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അത് ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.